ഹായ് ഹലോ. ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ BCA തീരാറാവുമ്പോൾ പലരും എൻ്റെ അടുത്ത് ഫ്രീക്വൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും പിന്നെ അതിൽ എൻ്റെ ഒപ്പീനിയൻസൊക്കെ ഇങ്ങോട്ട് ഒരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് പിന്നീടാണെങ്കിലും എന്തെങ്കിലും എൻ്റെ സൈഡിൽ നിന്ന് കേൾക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അകത്ത് പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് റിവ്യൂ ചെയ്താൽ മതിയല്ലോ. ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്നോട് ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ BCA കഴിഞ്ഞിട്ട് MCAക്ക് പോകണോ അതല്ല എങ്കിൽ കൊച്ചിയിലുള്ള വല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ 6 മന്ത്സിൻ്റെ കോഴ്സ് ചെയ്യേണ്ടതാണോ നല്ലതെന്ന് പലരും ചോദിക്കാറുണ്ട്. ഇതിൽ എൻ്റെ ടേക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ MCAക്ക് പോകാനായിരിക്കുള്ളൂ ഞാൻ കുറച്ചുകൂടിയും പ്രിഫർ ചെയ്യുക. ഇപ്പം ഞാൻ BCA പാസ് ഔട്ട് ആവുന്നത് ഈ വർഷമാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി MCA ചെയ്യാനേ നോക്കത്തുള്ളൂ. അതിന് കാരണമായിട്ട് ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓഫ് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്സ് അത്രയ്ക്ക് സ്മൂത്ത് അല്ല. ഹയറിംഗ് ഒക്കെ ഓൾമോസ്റ്റ് ഫ്രീസ് ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ജോലി പെട്ടെന്ന് കിട്ടുമെന്നുള്ള കാര്യം അത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ഓഫ് ക്യാമ്പസിൽ ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട്. അതായത് സീനിയേഴ്സ്, സൂപ്പർ സീനിയേഴ്സ്, 6 മന്ത്സ് ഇൻറ്റേൺഷിപ്പ് ചെയ്തവർ, 1 ഇയർ 2 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർ, ചിലവരൊക്കെ ലേ ഓഫ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പം അങ്ങനെ ജോലി പോയിട്ടുള്ളവരും ഈ പറഞ്ഞ ഫ്രഷേഴ്സിൻ്റെ ജോബ് കാറ്റഗറിയിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് അതൊരു റിസ്ക് ആയിട്ട് വരുന്നുണ്ട്. അതേസമയം നമ്മളിപ്പോൾ MCA നല്ലൊരു ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഒക്കെ നടക്കുന്ന ഒരു കോളേജിലാണ് ചെയ്യണമെങ്കിൽ അവിടെ ഓൺ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്സിന് വരുന്ന കമ്പനീസ് ഡെഫിനറ്റ്ലി ആരെങ്കിലൊക്കെ ആയിട്ട് ഹയർ ചെയ്യുന്നുള്ളത് നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും. അതായത് ഇത്ര ആലോചിച്ചാൽ മതി, നിങ്ങളിപ്പോൾ MCAക്കൊക്കെ പോവുകയാണെങ്കിൽ പൊതുവേ ഒരു 10-40 പേരൊക്കെ മാക്സിമം ഒരു ക്ലാസ്സിൽ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കോളേജിലേക്ക് മാത്രമായിട്ട് ഒരാൾ ഒരു കമ്പനി പ്ലേസ്മെൻറ്റിന് വരികയാണെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ പോയാലും ഒരു 2 പേരെ എടുക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതേപോലെ ഒരു 5-8 കമ്പനീസ് വരികയാണെങ്കിൽ എല്ലാവർക്കും ഏതെങ്കിലും ഒരു കമ്പനിയിൽ പ്ലേസ്ഡ് ആവാനുള്ള ചാൻസ് ഓൺ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴി നമുക്ക് പോസിബിളാണ്. എന്നാൽ അതേ അഷുറൻസ് ഓഫ് ക്യാമ്പസിൽ നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോണതിനോട് ഞാൻ അത്രയ്ക്ക് റെക്കമെൻഡ് ചെയ്യത്തില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ MCA ചെയ്യുകയാണെങ്കിൽ എൻട്രൻസ് എഴുതേണ്ട ആവശ്യമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. MCA ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി നമ്മൾ ഒരു എൻട്രൻസ് എക്സാം എഴുതേണ്ടി വരും. ഒന്നല്ല, ഡിപ്പെൻസ് ഓൺ ദ സിറ്റുവേഷൻ, നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ എഴുതേണ്ടി വരും. അത് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മെയിനായിട്ട് എഴുതാറുള്ള എക്സാംസ് എന്ന് പറഞ്ഞാൽ LBSൻ്റെ എൻട്രൻസ് എക്സാം എഴുതേണ്ടി വരും. LBSൻ്റെ എൻട്രൻസ് എക്സാമിൽ ഓൾമോസ്റ്റ് എല്ലാ MGU യൂണിവേഴ്സിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കോളേജസിൽ MCA ചെയ്യാൻ വേണ്ടിയിട്ട് അത് റിക്വേർഡ് ആണ്. പിന്നെ അതേപോലെ KTU, കാലിക്കട്ട്, കേരള അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റീസിൻ്റെ കീഴിലുള്ള ഓൾമോസ്റ്റ് എല്ലാ കോളേജുകളിലും MCA ചെയ്യണമെങ്കിൽ LBS എഴുതേണ്ടി വരും. പിന്നെ വരുന്ന എക്സാം എന്ന് പറഞ്ഞാൽ കുസാറ്റിൻ്റെ എൻട്രൻസ് എക്സാമാണ്. അതെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് കുസാറ്റിലാണ് MCA ചെയ്യാൻ പ്ലാനെങ്കിൽ കുസാറ്റിൻ്റെ എൻട്രൻസ് എക്സാം നിങ്ങൾ മസ്റ്റായിട്ട് എഴുതേണ്ടി വരും. ഈ വീഡിയോ ചെയ്യണ സമയത്ത് കുസാറ്റിൻ്റെ കാറ്റ് എക്സാമിൻ്റെ രജിസ്ട്രേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വാട്സപ്പിൽ മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പോയിട്ട് ആ ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ കുസാറ്റിൽ MCA ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കാറ്റ് എക്സാം രജിസ്റ്റർ ചെയ്യേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെക്കൗട്ട് ചെയ്യുക. പിന്നെ വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിംസെറ്റിൻ്റെ എൻട്രൻസ് എഴുതാനാണ്. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ NITയിൽ വല്ലതും നിങ്ങൾക്ക് MCA ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ നിംസെറ്റിൻ്റെ എക്സാം നിങ്ങൾ എഴുതേണ്ടി വരും. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേറൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പം നിങ്ങൾക്ക് ഓട്ടോണോമസ് കോളേജിൽ വല്ലതുമാണ് MCA ചെയ്യാൻ പ്ലാനെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അതാത് കോളേജിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് അവരുടെ പ്രൊസീജിയർ എന്താണെന്നുള്ളത് നോക്കേണ്ടി വരും. പല കോളേജിലും പല പോലെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ കൊച്ചി രാജഗിരിയിൽ ഞാൻ MCA ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത സമയത്ത് അവരുടെ സൈറ്റ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് LBSൻ്റെ എക്സാം എൻട്രൻസ് എക്സാം എഴുതിയിട്ട് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് നമ്മൾ അവർക്ക് കൊടുക്കണം. എന്നിട്ട് അവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ രാജഗിരിയിൽ വന്നിട്ട് അപ്ലൈ ചെയ്ത എല്ലാവരുടെയും
ആ ഒരു പ്രൊഫൈൽ ഉണ്ടല്ലോ, അത് LBSൻ്റെ റാങ്ക് ലിസ്റ്റ് ബേസ് ചെയ്തിട്ട് അവർ സോർട്ട് ചെയ്തിട്ടായിരിക്കും പിന്നെ അഡ്മിഷൻ്റെ പ്രൊസീജിയേഴ്സ് ചെയ്യാറുണ്ടായിരുന്നത്. ഞാൻ അപ്ലൈ ചെയ്ത സമയത്തുള്ള കാര്യമാണ് ഇത് പറഞ്ഞത്. ഈ പ്രാവശ്യം എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ MCA ചെയ്തിട്ടൊക്കെ ഒരുപാട് വർഷമായി. അതുകൊണ്ട് പ്രൊസീജിയേഴ്സിലൊക്കെ എന്തായാലും ചേഞ്ചസ് വന്നിട്ടുണ്ടാവും. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡീംഡ് യൂണിവേഴ്സിറ്റി ആണ്. അതായത് ഇപ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കോളേജിൽ നിങ്ങൾ MCA ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രൊസീജിയർ കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. അതായത് ചിലപ്പോൾ അവർ അവിടെ തന്നെ ഒരു എക്സാം നിങ്ങളോട് എഴുതാൻ പറയും. അവർ തന്നെ നടത്തുന്ന ഒരു എക്സാം ആയിരിക്കും. അതല്ല എങ്കിൽ BCAയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് അവരൊരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യും. ഇതിൽ ഞാൻ അമൃതയിലാണ് MCAക്ക് പഠിക്കാൻ പോയത്. കൊച്ചി ക്യാമ്പസിലാണ് പഠിച്ചത്. അപ്പോൾ അവിടുത്തെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിലപ്പോൾ അവർ BCAക്കൊക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിച്ചിട്ട് ആ ഇൻ്റർവ്യൂവിൻ്റെ പെർഫോമൻസിൻ്റെ ബേസിസിലായിരുന്നു അഡ്മിഷൻ്റെ ബാക്കി സ്റ്റെപ്സൊക്കെ പ്രൊസീഡ് ചെയ്തത്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും പല പോലെ നടക്കുന്നുണ്ട്. ഈ ഓട്ടോണോമസ് അതേപോലെ ഡീംഡ് യൂണിവേഴ്സിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കോളേജസിൽ. ബാക്കി കോമൺ ആയിട്ടുള്ളതിന് LBS, കുസാറ്റ് തുടങ്ങിയിട്ടുള്ളത് ഫോക്കസ് ചെയ്താൽ മതിയാവും. NITയിൽ ആണ് പഠിക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ NIMSETൻ്റെ എക്സാം ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് MCAയുടെ അഡ്മിഷന് നമുക്ക് എഴുതാൻ മെയിനായിട്ടുള്ള എൻട്രൻസ് എക്സാംസ് വരുന്നത്. ഈ ടൈപ്പ് എൻട്രൻസ് എക്സാംസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഇൻറ്റേൺഷിപ്പും കൊണ്ട് എന്താണ് ഉദ്ദേശിക്കണേ എന്നുള്ളതാണ്. ഇത് പലർക്കും ഒരു ഡൗട്ടുണ്ട്. ശരിക്കും ഇൻറ്റേൺഷിപ്പ് എന്താണെന്നുള്ളത് പലർക്കും അറിയത്തില്ല. ഇൻറ്റേൺഷിപ്പും കൊണ്ട് ഇത്രേ ഉദ്ദേശിക്കണുള്ളൂ. നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ ഒരു 6 മന്ത്സ് അല്ലെങ്കിൽ 7 മന്ത്സ് അങ്ങനെ ഒരു ടൈം ഡ്യൂറേഷനിൽ ആ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുകയും ആ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്തതിന് അവർ മന്ത്ലി നമുക്ക് സ്റ്റൈഫൻ്റായിട്ട് ഒരു കുറച്ച് എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണ ഒരു പരിപാടിയാണ്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. അതായത് ഈ ഒരു പ്രോസസ്സ് വെച്ചിട്ട് ഇൻറ്റേൺഷിപ്പും കൊണ്ട് നമുക്ക് നമ്മൾക്കൊരു കമ്പനിയിലുള്ള ജോബിൻ്റെ നേച്ചറും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ അവർക്ക് വേണ്ടി കുറച്ച് നാൾ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വർക്ക് ചെയ്യണ സമയത്ത് നമുക്ക് കുറച്ച് ഇൻഡസ്ട്രി ലെവലിലുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഗ്യാദർ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഇൻറ്റേൺഷിപ്പിനെ കാണേണ്ടത്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യണ സമയത്ത് അവർ എല്ലാ മാസം ഒരു 5,000 അല്ലെങ്കിൽ 10,000 അതല്ലെങ്കിൽ അപ് ടു 45,000 വരെയൊക്കെ നമുക്ക് മന്ത്ലി സ്റ്റൈഫൻ്റായിട്ട് അവർ ഇങ്ങോട്ടേക്ക് തരും. ഈ ഇൻറ്റേൺഷിപ്പ് എന്നിട്ട് അറ്റൻഡ് ചെയ്തിട്ട് നമ്മളുടെ പെർഫോമൻസ് നല്ല പെർഫോമൻസ് ആയിട്ടാണ് അവർക്ക് തോന്നണമെങ്കിൽ അവരൊരു പക്ഷേ അവരുടെ കമ്പനിയിൽ ഫുൾ ടൈം ഓഫർ വല്ലതും നമുക്ക് ഓഫർ ചെയ്യും. അപ്പോൾ അങ്ങനെ ഇൻറ്റേൺഷിപ്പും കൊണ്ട് നമുക്കൊരു ഫുൾ ടൈം എംപ്ലോയി ആയിട്ട് മാറാൻ പറ്റും. അപ്പോൾ ഇൻറ്റേൺഷിപ്പും കൊണ്ട് ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫേക്ക് ആയിട്ടുള്ള ഇൻറ്റേൺഷിപ്പ് എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും നോക്കിയാൽ മനസ്സിലാവും. അതായത് ഒരിക്കലും പൈസ അങ്ങോട്ടേക്ക് കൊടുക്കരുത്. അങ്ങോട്ടേക്ക് പൈസ ആവശ്യപ്പെടുകയാണെങ്കിൽ ആ ഇൻറ്റേൺഷിപ്പ് ഫേക്ക് ആയിരിക്കും. ഇത് പ്രത്യേകിച്ച് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരാണ്. അതായത് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ നിങ്ങളുടെ വാട്സപ്പിൽ അല്ലെങ്കിൽ നിങ്ങളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ട് BCA കഴിയാറാവുമ്പോഴേക്കൊക്കെ നിങ്ങളെ വിളിച്ചു തുടങ്ങും. അപ്പോൾ അവർ പറയും 20,000 രൂപ അങ്ങോട്ടേക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ ട്രെയിൻ ചെയ്യും, പ്രൊജക്റ്റൊക്കെ ചെയ്തു തരും. എന്നിട്ട് അവർ എന്തെങ്കിലും ഒരു ഡയലോഗും കൂടെ പറയും. അതായത് നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുമെന്നും പറഞ്ഞിട്ട് പറയും. അപ്പോൾ ശരിക്കുള്ള കമ്പനിയിലെന്ന് പറഞ്ഞാൽ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് അവർ പ്രൊവൈഡ് ചെയ്യത്തില്ല. അവർക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുക, അവർക്ക് ആ വർക്ക് ഇഷ്ടമായാൽ നമ്മളെ ഫുൾ ടൈം ആക്കുകയാണ് ചെയ്യണത്. അല്ലാതെ അവർ വേറെ കമ്പനിക്ക് ഹയർ ചെയ്യാനുള്ള ഫെസിലിറ്റിയോ കാര്യങ്ങളോ ഒന്നും ചെയ്തു തരത്തില്ല. അപ്പം അങ്ങനെ ഒരു ഡയലോഗ് അടിക്കണമെങ്കിൽ അത് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ ഭയങ്കര ഫെയർ ആയിട്ടൊക്കെ സംസാരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒറ്റയടിക്ക് നിങ്ങളോട് ഒരു 4-5 പേരെ കൂട്ടിയിട്ട് വരാനൊക്കെ പറയും. അപ്പോൾ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അത് ഫേക്ക് ഇൻറ്റേൺഷിപ്പ് ആണെന്നുള്ളത് ഏകദേശം കൺഫേം ചെയ്യാൻ പറ്റും. ആക്ച്വൽ ഇൻറ്റേൺഷിപ്സ് എപ്പോഴും നമ്മൾ സാധാ ജോബിൻ്റെ കേസ് പറയണ പോലെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്താണ് അവരുടെ ഓഫീസിലേക്ക് ചെന്ന് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ടായിരിക്കും പറയുക. അതേസമയം ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകാരുടെ ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ അവരുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നിട്ട് അവരൊരു കോഴ്സായിരിക്കും നിങ്ങൾക്ക് തരിക. അപ്പം അങ്ങനെ വരുമ്പോൾ അത് നല്ല വ്യത്യാസം വരുന്നുണ്ട്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ റിയൽ വേൾഡ് പ്രൊജക്റ്റിലേക്കൊന്നും പോയിട്ട് റിയൽ വേൾഡ് എഡ്യൂക്കേഷൻ പോലും ചിലപ്പോൾ
ഈ ഫേക്ക് ഇൻറ്റേൺഷിപ്പ് വഴി കിട്ടത്തില്ല. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം. എപ്പോഴും ആരെങ്കിലും അങ്ങനെ അപ്രോച്ച് ചെയ്താൽ എന്ത് വർക്കാണ് ചെയ്യണേ, എത്ര രൂപ സ്റ്റൈഫൻഡ് കിട്ടും, അതല്ലെങ്കിൽ അൺപെയ്ഡ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക. പൈസ അങ്ങോട്ടേക്ക് കൊടുക്കണമെന്ന് പറയുകയാണെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ അത് ഒഴിവാക്കി വിടുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ജോബ് സെർച്ച് ചെയ്യാൻ നമുക്ക് എവിടെ സെർച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. മെയിനായിട്ടും നമുക്ക് ലിങ്ക്ഡിൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്. ലിങ്ക്ഡിനിൽ ജോബ്സ് നമുക്ക് സെർച്ച് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് വെൽഫൗണ്ടാണ്. വെൽഫൗണ്ടിൻ്റെ അകത്ത് നമുക്ക് വർക്ക് ഫ്രം ഹോം ജോബ്സും അതേപോലെ ഇൻ ഓഫീസ് ജോബ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടപ്പ് ബേസ് ചെയ്തിട്ടുള്ള ജോബ്സൊക്കെ കിട്ടാൻ കുറച്ചുകൂടി എളുപ്പം വെൽഫൗണ്ട് ആയിരിക്കും. പിന്നെ അതേപോലെ ഫൗണ്ടിറ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്. നൗക്കറി ഉണ്ട്. നൗക്കറിയിൽ നമുക്ക് MNCs അതേപോലെ ചെറിയ ചെറിയ കമ്പനീസുകളിൽ നിന്ന് സർവീസ് ബേസ്ഡ് കമ്പനീസിൽ നിന്നൊക്കെ ജോബ് കിട്ടാൻ ഉള്ളൊരു ഓപ്ഷൻ നൗക്കറിയാണ്. പിന്നെ അതേപോലെ നമുക്കിപ്പോൾ ഇൻഫോ പാർക്ക് അല്ലെങ്കിൽ ടെക്നോ പാർക്ക് തുടങ്ങിയിട്ടുള്ള IT പാർക്കുകളിൽ വല്ലതും ജോബിന് കയറണമെങ്കിൽ ഇൻഫോ പാർക്കിൻ്റെ അല്ലെങ്കിൽ ടെക്നോ പാർക്കിൻ്റെ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസും ജോബ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ജോബ് മാർക്കറ്റ് ഡൗൺ ആണല്ലോ, എന്ത് തോന്നുന്നു എന്ന് പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു റിയാലിറ്റിയാണ്. ലൈക്ക് ഇതിൽ നിന്ന് തിരിച്ച് പോണ കാര്യം ഇപ്പോഴത്തെ കണ്ടീഷനിൽ എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ഇനിയിപ്പോൾ 2027 AI ബബിള് ബേഴ്സ്റ്റ് ആവുകയാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും മാറ്റമൊക്കെ ഉണ്ടാവും. എന്നാലും വലിയ പ്രകടമായിട്ടുള്ള ആ ഒരു 2021 കാലഘട്ടത്തെ പോലത്തെ ബൂമിങ് സ്റ്റേജിലേക്ക് തിരിച്ചു വരുന്ന കാര്യം എനിക്ക് നല്ല ഡൗട്ടാണ്. പിന്നെ മാർക്കറ്റ് ഡൗൺ ആവാൻ പല ഫാക്ടേഴ്സ് ഉണ്ട്. AIയുടെ ഒരു ഫാക്ടർ അതുണ്ട്. പിന്നെ അതേപോലെ ഇന്ത്യയുടെ അകത്തുള്ള കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ ആൾക്കാരില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന് ഒരു പരിധിവരെ നമ്മുടെ സൊസൈറ്റിയും റെസ്പോൺസിബിൾ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ പഠിക്കണ സമയത്താണെങ്കിലും എല്ലാവരും പറയുന്നത് പഠിച്ച് വലുതായി ജോലി വാങ്ങിക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. ജോലി ഉണ്ടാക്കുന്ന കാര്യം നമ്മളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു സാധനം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തുടങ്ങാൻ നോക്കുകയാണെങ്കിൽ പാരൻസ് തന്നെ അവരെ സപ്രസ് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ജോബ് മാർക്കറ്റിലേക്ക് പുതിയ ജോബ് പബ്ലിഷ് ചെയ്യാനുള്ള ആ ഒരു ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അത് അവിടെ വെച്ച് കട്ടായി പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതൊരു കോൺട്രിബ്യൂഷൻ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ജോബ് മാർക്കറ്റ് ഡൗൺ ആവാൻ വേറൊരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ കുറേ പേരെയൊക്കെ ജോലിയിൽ നിന്ന് പിരിച്ചൊക്കെ വിടുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നമ്മൾ കോമ്പറ്റേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നത് കൊണ്ടും നമുക്ക് പ്രിഫറൻസ് കിട്ടാതെ പോകുന്നുണ്ട്. എനിക്ക് അങ്ങനെയും ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ ഫാക്ടേഴ്സൊക്കെയും കൂടെ ചേർത്തിട്ടാണ് ജോബ് മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ ആയിട്ട് ഇരിക്കണതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൽ നിന്ന് എന്തായാലും വലിയ റിക്കവറി എനിക്ക് തോന്നണില്ല. അതായത് ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 10 പേരെ വേണ്ടിടത്ത് ഇപ്പോഴൊക്കെ ഒരു 3 പേര് അല്ലെങ്കിൽ 4 പേരൊക്കെ മതി. അത്രയ്ക്കൊക്കെ റിക്വയർമെൻറ്റ് വരുന്നുള്ളൂ. ഈവൻ ഇപ്പം ഞാൻ വർക്ക് ചെയ്യണ കമ്പനിയിലാണെങ്കിലും ഇപ്പം ഞാൻ മാത്രമേ അവിടെ എംപ്ലോയി ആയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഇപ്പോൾ വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ മാറി. കാരണം അവിടെ വേറെ റിക്വയർമെൻ്റ് ഒന്നും വരുന്നില്ല. അങ്ങനെ കുറേ ചേഞ്ചസൊക്കെ ഇപ്പോൾ പല കമ്പനീസിലും നടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വർക്ക് ഫ്രം ഹോം ജോബാണോ നല്ലത്, അതല്ല എങ്കിൽ ഓഫീസിലുള്ള ജോബാണോ നല്ലതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതെൻ്റെ എക്സ്പീരിയൻസ് പറയാനാണ് പറഞ്ഞത്. അത് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഒരു കാര്യം പറയാം. ഞാൻ വർക്ക് ഫ്രം ഹോം ജോബാണ് ചെയ്യണത്. ഞാൻ അങ്ങനെ ഓഫീസിൽ പോകേണ്ട റിക്വയർമെൻ്റ് ഉള്ള ജോബല്ല ചെയ്യണേ. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ എൻ്റെ MCA കഴിഞ്ഞ് ഒരു 7 മാസം എനിക്ക് ഓൺ ക്യാമ്പസിൽ നിന്ന് പ്ലേസ്മെൻറ്റ് കിട്ടിയത് ഫിലിപ്സിലായിരുന്നു. ബാംഗ്ലൂർ ആയിരുന്നു അവരുടെ ഓഫീസ്. അപ്പോൾ അവിടെ കുറച്ചാൾ ഹൈബ്രിഡ് ആയിട്ടുള്ള റോളായിരുന്നു. അതായത് തിങ്കളാഴ്ച തൊട്ട് ബുധനാഴ്ച വരെ ഓഫീസിൽ പോകണം, വ്യാഴം വെള്ളി വർക്ക് ഫ്രം ഹോം, അങ്ങനത്തെ ഒരു നേച്ചറായിരുന്നു. അപ്പോൾ അന്നേരം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ആൾക്കാരുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യാൻ കൂടുതൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് ഇൻ ഓഫീസ് ജോബായപ്പോൾ. കാരണം നമുക്ക് സംശയമൊക്കെ വരുമ്പോൾ ഡയറക്റ്റ് ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ എപ്പോഴും നടത്താൻ പറ്റും. എന്നാൽ അതേസമയം വർക്ക് ഫ്രം ഹോമിൻ്റെ നേച്ചറിലേക്ക് വരുമ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവം ഇല്ല. ഒക്കെ നമ്മൾ ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സെറ്റപ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അപ്പുറത്തിരിക്കുന്ന ആളെ നമ്മൾ ഒരിക്കലും കാണണമെന്നും കൂടെ ഇല്ല.
അങ്ങനൊരു വ്യത്യാസം ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ആൾക്കാരൊക്കെ ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഭയങ്കരമായിട്ട് കുറയും. എല്ലാ ദിവസവും സിസ്റ്റം ഓണാക്കുക, നമ്മുടെ പണി ചെയ്യുക, എന്നിട്ട് സിസ്റ്റം ഓഫ് ചെയ്യുക, കയറി കിടക്കുക. വർക്ക് ഫ്രം ഹോം അങ്ങനെ ഒരു നേച്ചറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിപ്പം ഞാനൊരു 2.5 വർഷമായി വർക്ക് ഫ്രം ഹോം ആയിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട്. ചില സമയത്ത് ഇപ്പം എനിക്ക് തോന്നുന്നത് ഹൈബ്രിഡ് റോൾസ്, അതായത് കുറച്ച് ദിവസം ഓഫീസും കുറച്ച് ദിവസം വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ളതാണ്, അങ്ങനത്തെ ടൈപ്പ് ജോബാണ് നല്ലതെന്നാണ് എനിക്കിപ്പോൾ പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യം. ഇൻട്രോവേർട്സ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ വർക്ക് ഫ്രം ഹോം ജോബ്സ് എന്തുകൊണ്ടും ബെറ്ററാണ്. വേറെ ആരെയും നോക്കാനോ പിടിക്കാനോ ഒന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് വർക്ക് ചെയ്യാം, വേറെ വിഷയമില്ല. അതല്ല, അത്യാവശ്യം സംസാരിച്ച് ടോക്കറ്റീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇൻ ഓഫീസിൽ പോവുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇത് പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. അതായത് ടെക്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കോഡിങ് ഇഷ്ടമല്ല, അപ്പോൾ കോഡിങ് ഇഷ്ടമല്ല എങ്കിൽ വേറെ ഏത് ഓപ്ഷൻസാണ് ഉള്ളതെന്ന് ചോദിക്കാറുണ്ട്. ഇതിപ്പോൾ വെൽ ഫൗണ്ടിൽ നിന്ന് ഞാൻ കുറച്ച് ജോബ് റോൾസിൻ്റെ നെയിംസ് എടുത്തതാണ്. ഇതിൽ എച്ച് ആറിൻ്റെ പോസ്റ്റ് നമുക്ക് കിട്ടുന്നത് അത്ര എളുപ്പമായിരിക്കും എന്ന് എനിക്ക് തോന്നണില്ല. കാരണം അവർക്ക് എച്ച് ആർ റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു ഡിഗ്രി കോഴ്സ് ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. അതുകൊണ്ട് അവരെ പ്രിഫർ ചെയ്തതിന് ശേഷമായിരിക്കുള്ളൂ നമുക്ക് എന്തെങ്കിലും ചാൻസ് കിട്ടുക. പിന്നെ അതേപോലെ റിക്രൂട്ടറിൻ്റെയും കേസിൽ എനിക്ക് സംശയമുണ്ട്. അതും നമ്മളൊരു ഫ്രഷറായിട്ടുള്ള ആൾക്ക് ജോബ് കൊടുക്കുമെന്നോ എനിക്ക് സംശയമാണ്. പക്ഷെ അതൊക്കെ നോൺ കോഡിങ്ങിൻ്റെ കാറ്റഗറിയിൽ പെടുന്ന ജോബാണ്. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ കോഡിങ് അധികം ഇല്ലാത്തൊരു റോളാണ്. ഞാൻ ടെക് സപ്പോർട്ട് എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്യണേ. അപ്പോൾ അതിൽ അത്യാവശ്യം SQL അതേപോലെ പൈത്തൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ സെറ്റാണ്, വേറെ വലിയ പ്രശ്നമില്ല. പക്ഷെ എല്ലാ ടെക് സപ്പോർട്ടും അങ്ങനെയല്ല. ചില ടെക് സപ്പോർട്ടിൽ HTML CSS ജാവാസ്ക്രിപ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അറിയേണ്ടി വരും. അത് നമ്മൾ വർക്ക് ചെയ്യണ കമ്പനിയുടെ നേച്ചർ അനുസരിച്ചിട്ട് അങ്ങനെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ MCA കോളേജ് റെക്കമെൻഡേഷൻ. അങ്ങനെ ഇന്ന കോളേജ് റെക്കമെൻഡേഷൻ അങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ പുറമേ നിന്ന് കേൾക്കണ പോലെ ആയിരിക്കില്ല അകത്ത് നടക്കണ കാര്യം. എനിക്കിപ്പോൾ ആകെ പറയാൻ പറ്റിയത് ഞാൻ പഠിച്ച 2 കോളേജ്, അതായത് BCA പഠിച്ച കോളേജും MCA പഠിച്ച കോളേജിനെ പറ്റി എനിക്ക് പിന്നെ എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ. ഇതിലിപ്പോൾ MCA പഠിച്ച കോളേജിൻ്റെ റെക്കമെൻഡേഷൻ ചോദിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ MCAയുടെ എക്സ്പീരിയൻസ് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമൃതയുടെ കൊച്ചി ക്യാമ്പസിലാണ് പഠിച്ചത്. പ്ലേസ്മെൻറ്റിൻ്റെ കേസിൽ പക്കയായിരുന്നു. നല്ല നല്ല കമ്പനീസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞാൻ BCA കഴിഞ്ഞ് ഇറങ്ങുകയാണെങ്കിൽ അങ്ങനത്തെ ഒരാളാണെങ്കിൽ ഞാൻ ഇപ്പോഴും അമൃതയിൽ തന്നെ പോയി ചേരും. പക്ഷെ അമൃതയിൽ എനിക്ക് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവിടെ അങ്ങനെ വേറെ കരിക്കുലർ ആക്ടിവിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറവായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്. അത് ചില സമയത്ത് ഒരു ബോറടി പരിപാടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ടെന്നൊക്കെയാണ് ലാസ്റ്റ് ജൂനിയേഴ്സൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായത്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു തോട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ അടിച്ചുപൊളി ഫോക്കസ് കൊടുക്കണ്ടെന്നാണ്. കാരണം ഓൾറെഡി ഇപ്പം നിങ്ങൾ 3 കൊല്ലം ഒരു കോളേജിൽ അത്യാവശ്യം ഉഴപ്പിയൊക്കെയാണ് നിങ്ങൾ നടന്നിട്ടുള്ളത്. ഇനിയുള്ള MCA എന്ന് പറഞ്ഞാൽ 2 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ ആ 2 വർഷത്തെ കോഴ്സ് ഇച്ചിരി സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്ഥലത്താണെങ്കിലും ചെയ്യേണ്ടതായിരിക്കും നല്ലത്. കാരണം അവിടെ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് 2 വർഷം കൊണ്ട് നിങ്ങളുടെ ലൈഫിൻ്റെ ഫ്യൂച്ചറിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് സേഫാക്കി എടുക്കാൻ പറ്റും. അതേസമയം എൻജോയ്മെൻറ്റ് നോക്കി പോവുകയാണെങ്കിൽ നമുക്ക് ആ ഗ്യാരണ്ടി കിട്ടണമെന്നില്ല. അപ്പം അങ്ങനെ ഒരു കേസ് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അമൃതയിൽ പഠിച്ച സമയത്ത് എനിക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊക്കെയാണ് ഫീൽ ചെയ്തത്. സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ പോലത്തെ സ്ട്രിക്റ്റ് അല്ല, ഇച്ചിരി കൂടിയ ലെവലിലുള്ളൊരു സ്ട്രിക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ പ്ലേസ്മെൻറ്റ് ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ ആ സ്ട്രിക്റ്റ് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 6th സെമ്മിൻ്റെ വീഡിയോസ് എവിടെയെന്ന് കുറേ പേര് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. 6th സെമ്മിൻ്റെ വീഡിയോസ് പോയിട്ട് എനിക്കിപ്പോൾ നിലവിൽ വീഡിയോസ് ഇടാൻ പറ്റിയൊരു സാഹചര്യത്തിലായിരുന്നില്ല. കുറച്ച് നാൾ മുന്നേ വരെ എനിക്കൊരു അലർജിയുടെ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. ഹെൽത്തൊക്കെ ഇപ്പോഴാണ് ഒന്ന് സെറ്റായി വന്നത്. അപ്പോൾ ഇനി വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇനിയിപ്പോൾ ചെയ്യുകയാണെങ്കിൽ തന്നെയാണെങ്കിലും എനിക്ക് 6th സെമ്മിൽ ആൻഡ്രോയിഡിൻ്റെ സബ്ജക്റ്റ് മാത്രമേ പിന്നെയും കുറച്ചുകൂടെയും ഫെമിലിയർ ആയിട്ടുള്ളൂ. ബാക്കി എല്ലാ സബ്ജക്റ്റും ഞാൻ മറന്നുപോയി. ആൻഡ്രോയിഡിൻ്റെ കുറച്ച് വീഡിയോസ് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചണ വീഡിയോസ് നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യാം.
പറ്റുകയാണെങ്കിൽ ഞാൻ ആൻഡ്രോയിഡ് കംപ്ലീറ്റ് ചെയ്യാനും നോക്കാം. അത്രമാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ. അതല്ലാതെ ബാക്കി സബ്ജക്ട്സ് എന്തായാലും എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം അത് ചെയ്യണമെങ്കിൽ എനിക്ക് അതേപോലെ പ്രിപ്പയർ ചെയ്യണം. അത് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം എനിക്കിപ്പോൾ ലിമിറ്റഡ് ആണ്. കാരണം ഞാൻ ജോലിയുടെ കൂട്ടത്തിൽ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ അല്ലാതെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം വീഡിയോസിനുള്ളത് പഠിക്കാൻ. അപ്പോൾ അതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രോ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ഇത് പല രീതിക്ക് പലര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ചിലവർക്ക് MCAക്ക് കയറിയതിന് ശേഷം പഠിക്കാൻ പറ്റണില്ല എന്നും പറഞ്ഞിട്ട് പറയാറുണ്ട്. ചിലവർ പറയണത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ BCAക്ക് എത്ര പഠിച്ചാലും എത്ര പഠിച്ചെഴുതിയാലും മാർക്ക് എക്സ്പെക്റ്റ് ചെയ്യണത് കിട്ടണില്ല എന്നും പറയുന്നുണ്ട്. ഇതിൽ MCAക്കാരുടെ പ്രശ്നത്തിൽ നിന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. MCAയിൽ ചേരുമ്പോൾ പലർക്കും പഠിക്കാൻ പറ്റണില്ല എന്നും പറഞ്ഞിട്ടുള്ള പ്രോബ്ലം പറയുന്നുണ്ട്. അതെനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ MCAക്ക് വരുമ്പോൾ BCAനേലും കുറച്ചുകൂടെയും പേസ് ഫാസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതേപോലെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് പഠിക്കേണ്ട സാഹചര്യം വരുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ MGU യൂണിവേഴ്സിറ്റിയിലാണ് BCA പഠിക്കുന്നത്. ഇപ്പോൾ ഈ ചാനൽ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാവരും MGU ബേസ്ഡ് ആയിട്ടുള്ള കോളേജിലായിരിക്കും BCA പഠിക്കുന്നത്. അപ്പം നിങ്ങൾ പോയിട്ട് KTUവിൽ ചേരുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം നിങ്ങൾ BCA MGU ബേസ്ഡ് ആയിട്ടുള്ള കോളേജിൽ പഠിക്കുമ്പോൾ മെയിൻ എക്സാം വരുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 3 മൊഡ്യൂൾ ഒരു സബ്ജക്റ്റിൻ്റെ പഠിക്കുകയാണെങ്കിൽ സുഖമായിട്ട് പാസ്സായി പോകാൻ പറ്റും. ഒരു വിഷയമില്ല. നിങ്ങൾ ഏതെങ്കിലും അധികം ചോദിക്കാത്ത 2 മൊഡ്യൂൾസ് വിട്ടിട്ട് അധികം ചോദിക്കണം 3 മൊഡ്യൂൾസ് പഠിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പാസ്സാവാനും പറ്റും. മേ ബി ഒരു ആവറേജ് മാർക്ക് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ അതേസമയം KTUവിലേക്കൊക്കെ പോകുമ്പോൾ ഞാൻ പണ്ട് കണ്ടിട്ടുള്ളത് കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 സെക്ഷനായിട്ടാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അതായത് ഒരു സബ്ജക്റ്റിൽ 5 മൊഡ്യൂൾ ഉണ്ടെങ്കിൽ എക്സാം പേപ്പറിൽ ഒരു 5 സെക്ഷൻ ഉണ്ടാവും. ഈ ഓരോ സെക്ഷനിൽ 2 ക്വസ്റ്റ്യൻസ് വെച്ചുണ്ടാവും ഓപ്ഷനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ആ എക്സാം പാസ്സാവണമെങ്കിൽ 5 മൊഡ്യൂൾസ് ഉണ്ടെങ്കിൽ 5ഉം നല്ല തറവായിട്ട് പഠിക്കേണ്ടി വരും. കാരണം 5 മൊഡ്യൂൾസിൽ നിന്ന് ഓരോ മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ്. അതെന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു മൊഡ്യൂളിൻ്റെ പകുതി പഠിച്ചുകൊണ്ട് പോയാലും റിസ്ക്കാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്ട്രഗിൾ കൂടും. ഈ MGUന്ന് KTUവിലേക്ക് പെട്ടെന്ന് ട്രാൻസിഷൻ ചെയ്യുമ്പോൾ സ്ട്രഗിൾ കൂടാറുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതെല്ലാം കൂടെ ഫോക്കസ് ചെയ്യാൻ പറ്റാതെ പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് പോകുന്നുണ്ട്. അതിന് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി സമയമെടുത്ത്, എന്നാലും ഒരുപാട് സമയം എടുക്കരുത്, മെല്ലെ മെല്ലെ പഠിച്ച് പ്രോഗ്രസ് ചെയ്യാൻ നോക്കുക. പിന്നെ അതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ യൂസേജ് കുറയ്ക്കുക. അത് 2 കൂട്ടർക്കും ബാധകമാണ്. BCA പഠിക്കുന്നവർക്കും ബാധകമാണ്. ഞാൻ ഇത് പറയുമ്പോൾ ചിലപ്പോൾ തന്തവൈബായിട്ട് തോന്നും. പക്ഷേ അതിൻ്റെ റിയാലിറ്റി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഈ റീൽസ് നമ്മൾ കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ അറ്റൻഷൻ സ്പാൻ നല്ല രീതിക്ക് എഫക്റ്റ് ആവുന്നുണ്ട്. ഞാനിപ്പോൾ ഗെയിം ഡെവലപ്മെൻറ്റ് പഠിക്കണേക്ക് മുന്നേ കണ്ടമാനം രീതിക്ക് ഞാൻ ഇൻസ്റ്റ യൂസ് ചെയ്യുമായിരുന്നു. റീൽസൊക്കെ ഒരു ദിവസം കാണുന്നതിന് കൈയും കണക്കുമില്ല. കാരണം വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് വർക്ക് കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോൾ അപ്പം തൊട്ടിരുന്ന് കാണും. വേറൊന്നും ഞാൻ ചെയ്യത്തുമില്ലല്ലോ. അങ്ങനെ പോയി ഞാൻ ഗെയിം ഡെവലപ്മെൻറ്റ് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് മനസ്സിലായത്. അതായത് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ എടുത്താൽ എനിക്ക് 5 മിനിറ്റ് സ്റ്റഡി ആയിട്ട് അത് ഫോക്കസ് ചെയ്യാൻ പറ്റണില്ല. കാരണം അപ്പോഴേക്കും എനിക്ക് ഡിസ്ട്രാക്ഷൻ വരെയാണ്. അത് ഞാൻ ഓവർകം ചെയ്തതെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റയുടെ യൂസേജ് നല്ല രീതിക്ക് കുറച്ചിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെ കുറച്ചപ്പോൾ കുറച്ചുകൂടിയും വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അത് ട്രൈ ചെയ്യുക. പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശെ ആദ്യം ബേസിക്സ് ഒന്ന് സെറ്റാക്കി എടുക്കുക. ചിലപ്പോൾ നിങ്ങൾ BCAക്ക് പഠിക്കാത്തൊരു സബ്ജക്റ്റ് ആയിരിക്കും MCAക്ക് പഠിക്കുക. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ബേസ് സെറ്റാവാൻ വേണ്ടി കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ളത് നിങ്ങൾ വേണമെങ്കിൽ കുറച്ചുകൂടി സ്പീഡിൽ പഠിക്കാൻ നോക്കുകയാണെങ്കിൽ അതൊരു വ്യത്യാസം വരും. ഇനി MCAക്കാരുടെ പ്രശ്നം പറഞ്ഞു. BCAക്കാരുടെ പ്രശ്നത്തിലേക്ക് പോവാം. BCAക്കാർക്ക് ഞാൻ കണ്ടിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ടീച്ചേഴ്സ് തരുന്ന PPT മാത്രമേ പഠിക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടീച്ചേഴ്സ് തന്നെ PPT ഓൾറെഡി നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി അവർ ഷോർട്ടാക്കിയാൽ തന്നെ അപ്പോൾ അവർ കുറേ സാധനങ്ങൾ കട്ട് ചെയ്യും. ഈ
കട്ട് ചെയ്ത ഷോർട്ട് വെർഷൻ നിങ്ങൾ പഠിക്കുമ്പോൾ ടീച്ചേഴ്സ് തന്നതിൻ്റെ ഒരു 50% താഴെ നിങ്ങൾ പഠിക്കത്തുള്ളൂ. അപ്പം അങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ PPT എല്ലാം പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പഠിച്ചിട്ടുണ്ട്. എക്സാം പേപ്പറിൽ എഴുതുമ്പോൾ കണ്ടൻറ്റ് മിസ്സിങ് ആയിരിക്കും. അപ്പോൾ ആ കണ്ടൻറ്റ് മിസ്സിങ് ആവുമ്പോൾ മാർക്കും അതനുസരിച്ച് കുറയും. ഇതാണ് ഞാനൊരു 90% ആൾക്കാരുടെ കേസിലും കണ്ടിട്ടുള്ളത്. പിന്നെ കണ്ടിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില കോളേജുകളിൽ ടീച്ചേഴ്സ് ചില ടോപ്പിക്സ് സ്കിപ്പ് ചെയ്യും. അപ്പോൾ PPTയിൽ അതുണ്ടാവില്ല. നിങ്ങൾ PPTയിലുള്ളത് മാത്രം പഠിക്കും. എക്സാം ഹാളിൽ ചെന്ന് എക്സാം പേപ്പർ കൈ കിട്ടുമ്പോൾ ടീച്ചർ പഠിപ്പിക്കാത്ത ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. അപ്പം നിങ്ങൾ എന്ത് വിചാരിക്കും? അത് ഔട്ട് ഓഫ് സിലബസ് ആണെന്ന് വിചാരിച്ച് അതങ്ങ് സ്കിപ്പ് ചെയ്യും. അപ്പം അങ്ങനെയും കുറേ പേരുടെ മാർക്ക് പോവാറുണ്ട്. ഇനി ഇതിന് റെമഡി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾ MGUവിൻ്റെ സൈറ്റിൽ പോയിട്ട് BCAയുടെ സിലബസ് എടുക്കുക. സിലബസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിൽ 5 മൊഡ്യൂൾസിൽ എന്തൊക്കെ കാര്യങ്ങൾ കവർ ചെയ്യണം എന്നുള്ളത് അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓരോ സബ്ജക്റ്റിനും പഠിക്കാൻ അവർ റെഫർ ചെയ്യണ ടെക്സ്റ്റ് ബുക്കും ഉണ്ട്. ഈ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് നിങ്ങൾ സെൽഫായിട്ട് തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. എനിക്ക് അതേ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ BCA പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അവസാനം ടെക്സ്റ്റിൽ നിന്ന് ഡയറക്റ്റ് നോക്കി പഠിച്ച് നോട്ട് ഉണ്ടാക്കി പഠിച്ചപ്പോൾ എനിക്ക് കുറച്ചുകൂടി മാർക്ക് ഗെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായി. അപ്പോൾ അത് ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ജോബ് പ്രിപ്പറേഷൻ റോഡ് മാപ്പ് പറയുമോ? ഞാനിപ്പോൾ ഫൈനൽ ഇയർ ആണ്. ജോബ് പ്രിപ്പറേഷൻ റോഡ് മാപ്പ് എനിക്ക് സിമ്പിളായിട്ട് ഞാൻ പറയത്തുള്ളൂ. കാരണം അത് മാത്രമായിട്ട് പറയുകയാണെങ്കിൽ അതിന് ശരിക്കും പറഞ്ഞാൽ സെപ്പറേറ്റ് ഒരു വീഡിയോ വല്ലതും ചെയ്യേണ്ടി വരും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫൈനൽ ഇയർ ആണെങ്കിൽ ഈ ഒരു ടൈമിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പ്ലേസ്മെൻറ്റും നടന്നു പോയിട്ടുണ്ടാവും എന്നുള്ള അസംഷനിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കുറേ എക്സാംസൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ഒട്ടുമിക്കതിൻ്റെയും ആപ്റ്റിറ്റ്യൂഡ് ലെവൽ നിങ്ങൾ എന്തായാലും അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആപ്റ്റിറ്റ്യൂഡിൽ സ്ഥിരമായിട്ട് കുറച്ച് പാറ്റേൺസിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതായത് സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈമിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അത് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ ലോജിക്കൽ റീസണിങ്ങിൽ ചിലപ്പോൾ പറയും A എന്ന് പറഞ്ഞാൽ ഇസഡാന്ന് വിചാരിക്കുക. അപ്പോൾ B എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അങ്ങനെ ലോജിക്കൽ റീസണിങ് അങ്ങനത്തെ ടൈപ്പ് ചോദിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് പാറ്റേൺസ് ഉണ്ടാവും. ആ പാറ്റേൺസ് നോക്കിയിട്ട് അത് പഠിക്കുക. ആപ്റ്റിറ്റ്യൂഡ് മസ്റ്റായിട്ടും പഠിക്കുക. എത്ര കഴിവില്ല എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കി വിടരുത്. കാരണം ഓൾമോസ്റ്റ് എല്ലാ ഓൺ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലും ഫസ്റ്റ് അവർ കട്ട് ഔട്ട് ചെയ്യാൻ നോക്കുന്നത് ആപ്റ്റിറ്റ്യൂഡിലാണ്. അപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പക്ഷേ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹിന്ദിയിലാണ് ആ വീഡിയോസ് കൂടുതലുള്ളത്. നിങ്ങൾക്ക് ഹിന്ദി അറിയുമെങ്കിലും നിങ്ങളത് കണ്ടു നോക്ക്. ഞാൻ ഹിന്ദിയിലുള്ള വീഡിയോസായിരുന്നു കണ്ടു പഠിച്ചത്. എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാലും എല്ലാവർക്കും അത് ഓക്കെ ആയിട്ടുള്ളൊരു കാര്യമല്ല എന്ന് എനിക്കറിയാം. എന്നാലും ശ്രമിച്ചു നോക്ക്. അപ്പോൾ അതാണെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ പിന്നെ വരുന്നത് ടെക്നിക്കൽ സംഭവമാണ്. ടെക്നിക്കലിൽ അത് കൂടുതലും ഇൻ്റർവ്യൂവിൽ അല്ലെങ്കിൽ ചില MCQ ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ വരാറുണ്ട് ആപ്റ്റിറ്റ്യൂഡിൻ്റെ കൂട്ടത്തിൽ തന്നെ. അങ്ങനെ 2 രീതിക്ക് ടെക്നിക്കൽ സ്കിൽസ് ഇവാലുവേറ്റ് ചെയ്യും. ഒന്ന് ഇൻ്റർവ്യൂവിലും ഒന്ന് ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ കൂട്ടത്തിൽ. അത് നിങ്ങൾ BCAക്ക് പഠിക്കണ ഈ പറഞ്ഞ DBMS, C++, പിന്നെ കോഡിങ്ങിൻ്റെ ലോജിക്ക്, അതായത് അവരൊരു ചെറിയ സ്നിപ്പറ്റ് തന്നിട്ട് നിങ്ങളോട് ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നൊക്കെ ചോദിക്കില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യാനുള്ളതൊക്കെ പഠിക്കേണ്ടി വരും. അപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ബേസ്ഡ് ആയിട്ടുള്ള ടെക്നിക്കൽ സ്കിൽസിൽ അതാണ് വരുന്നത്. പിന്നെ SQL ക്വറീസ്, പിന്നെ അതേപോലെ ചില എക്സാംസിന്, അതായത് സിസ്കോ കമ്പനിയിൽ വല്ലതുമാണ് ഹയറിങ് നടക്കണമെങ്കിൽ അവർ ചില സമയത്ത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അപ്പം അത് ഒരു കമ്പനി നിങ്ങളുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ആ കമ്പനി എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിട്ടുള്ളതെന്നുള്ളത് നെറ്റിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു ഏകദേശ രൂപം കിട്ടും. അപ്പോൾ അതനുസരിച്ചിട്ട് പ്രിപ്പയർ ചെയ്താൽ മതി. പിന്നെ ടെക്നിക്കൽ സ്കിൽസ് പിന്നെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഇൻ്റർവ്യൂവിലാണ്. ഇൻ്റർവ്യൂവിൽ നമ്മളുടെ പ്രൊജക്റ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും മെജോറിറ്റി ക്വസ്റ്റ്യൻസും വരിക. പ്രൊജക്റ്റ് അപ്പോൾ എന്താണ്, എങ്ങനെയാണ്, എങ്ങനെയൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെ പറ്റിയിട്ട് നല്ല ധാരണ വേണം. പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് പലരും കോഡ് ചിലത് ചെറിയ രീതിക്കൊക്കെ എഴുതിപ്പിക്കും. ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്ത് പാലിൻഡ്രോമൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചെറിയ ലെവലിലും ചെയ്യണവരുണ്ട്. വലിയ ഹൈലി കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് കോഡിങ് ലെവലിലുള്ള
പ്രോഗ്രാംസ് ചില കമ്പനീസ് ചെയ്യിപ്പിക്കാറുണ്ട്. അതെന്ന് പറഞ്ഞാൽ സാലറി ഒരുപാട് കൂടുതലുള്ള കമ്പനീസാണ് അങ്ങനെ ചെയ്യിപ്പിക്കണത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിപ്പയർഡായിട്ട് ഇരിക്കണം. ഇത് നിങ്ങൾ ഇപ്പം തന്നെ, അതായത് BCAയുടെ ഫൈനൽ എക്സാം എഴുതി കഴിഞ്ഞാൽ ആ പിറ്റേ ദിവസം തൊട്ട് തന്നെ ഇതിനുള്ള പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ MCAക്ക് പ്ലേസ്മെൻറ്റിൻ്റെ സമയമാവുമ്പോൾ ആ ഒരു നല്ല പ്ലേസ്മെൻറ്റ്സ് ആദ്യം തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആദ്യം വന്ന പ്ലേസ്മെൻറ്റ്സ് ഒട്ടുമിക്കതും നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ ഈ കോമ്പറ്റീറ്റീവ് കോഡിങ്ങൊക്കെ ക്രൂഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അത് മാക്സിമം പഠിക്കാൻ നോക്കുക. തൽക്കാലത്തേക്ക് ജോബ് പ്രിപ്പറേഷൻ റോഡ് മാപ്പ് ഞാൻ ഇതും വെച്ചിട്ട് ചുരുക്കുകയാണ്. കാരണം അത് പറയാൻ പോവുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് എല്ലാവർക്കും റിക്വയർഡ് ആണെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും വേറെ ഏതെങ്കിലും വീഡിയോ ആയിട്ട് വല്ലതും കവർ ചെയ്യാൻ നോക്കാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വന്നതെന്ന് പറഞ്ഞാൽ, ബ്രോ എനിക്ക് IT ഫീൽഡ് താല്പര്യമില്ല, കോഡിങ് ഇൻട്രസ്റ്റ് ഇല്ല, ബട്ട് വീട്ടിൽ MCA ചെയ്യാൻ പറയുന്നു, വാട്ട് ടു ഡു? ഇതും സ്ഥിരമായിട്ട് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുള്ള ഒരു കേസാണ്. നിങ്ങൾക്ക് IT ഫീൽഡ് ഇഷ്ടമല്ല, കോഡിങ്ങും താല്പര്യമില്ല എങ്കിൽ വീട്ടുകാർ പറയുന്നതും കേട്ട് ദൈവത്തെ ഓർത്ത് MCA ചെയ്യാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ പലരും ചില പാരൻസൊക്കെ ഒരു പഴയ മെൻറ്റാലിറ്റിയിൽ കാണും. അതായത് UG കമ്പ്യൂട്ടർ സയൻസ് ബേസ് ചെയ്തിട്ട് എടുത്തെന്നാൽ പിന്നെ PGയും കൂടെ എടുക്കുകയാണെങ്കിൽ ആൾക്കാരുടെ അടുത്ത് 4 ആൾ കൂടുമ്പോൾ എൻ്റെ മോന് അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് PG ഉണ്ടെന്ന് പറയാൻ അങ്ങനെ ചില പാരൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പാരൻസിൻ്റെ അടുത്ത് എന്തായാലും നോ പറയണം. അതായത് എല്ലാം പാരൻസ് പറയുന്നത് കേൾക്കരുത്. നിങ്ങൾക്കിപ്പോൾ എന്തായാലും ഈ BCA കഴിയുമ്പോഴേക്കും 10-21 വയസ്സുണ്ടാവും. നിങ്ങൾക്ക് അത്യാവശ്യം അഡൾട്ടായിട്ടുള്ള ആൾക്കാരാവും അപ്പോഴേക്കും. അപ്പോഴെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ പഠിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. MCA ഇഷ്ടമല്ലെങ്കിൽ പോവരുത്. കാരണം ഒന്നാമത് ജോബ് മാർക്കറ്റ് ഡള്ളായിട്ട് ഇരിക്കുകയാണ്, അതൊരു പ്രശ്നം. പിന്നെ ഇഷ്ടമല്ലാതെ ഏതെങ്കിലും ജോലിക്ക് കയറിയാലും ലോങ് റണ്ണിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽഡ് വേറെ ഇഷ്ടമാണെങ്കിൽ അതിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകാനേ ഞാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല റിസോഴ്സ് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ യുഡമി ആയിരിക്കുള്ളൂ ഞാൻ മെയിനായിട്ടും പ്രിഫർ ചെയ്യുക. യുഡമി പ്രിഫർ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തുള്ള കോഴ്സ് അത്യാവശ്യം സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കോഴ്സ് ആയിരിക്കും. പെയ്ഡ് ആണെന്നുള്ള ഒരൊറ്റ പ്രശ്നമുള്ളൂ. പക്ഷേ ഓഫർ ടൈമിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ വലിയ പേയ്മെൻറ്റ് വരത്തില്ല. അതായത് ഒരു കോഴ്സിന് 400 രൂപയൊക്കെ വരത്തുള്ളൂ. നിങ്ങൾ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ 10 ഇരട്ടിയൊക്കെ കൊടുക്കേണ്ടി വരും. അത് വെച്ച് നോക്കുമ്പോൾ യുഡമിയിൽ നല്ല ഇൻസ്ട്രക്ടേഴ്സൊക്കെ നല്ല കോഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതിൽ സ്പെസിഫിക് ആയിട്ട് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ പറയണ കോഴ്സ് ഏതാണെന്ന് വെച്ചാൽ ഏഞ്ചല എന്ന് പറയുന്ന ഇൻസ്ട്രക്ടറിൻ്റെ കോഴ്സസ് ചെക്ക് ചെയ്യുക. അവരുടെ 100 days ഓഫ് പൈത്തൺ എന്നും പറഞ്ഞിട്ട് എന്തോ ഒരു കോഴ്സ് ഉണ്ട്. ഞാൻ പർച്ചേസ് ചെയ്ത് നോക്കിയതാണ്. അത് അത്യാവശ്യം നല്ല കോഴ്സാണ്. പിന്നെ അതേപോലെ അവർ വെബ് ഡെവലപ്മെൻറ്റിനും ഫ്ലട്ടറിനും കോഴ്സ് ചെയ്തിട്ടുണ്ട്. അതപ്പോൾ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കോഴ്സസാണ്. പിന്നെ അവരുടെ സൗണ്ട് നല്ല സ്വീറ്റാണ്. അപ്പോൾ നമുക്ക് കേട്ടുകൊണ്ടിരിക്കാൻ ഒരു ടെൻഡൻസി തോന്നണ ഒരു സൗണ്ടാണ്. അതുകൊണ്ട് അവരുടെ കോഴ്സ് ചെക്കൗട്ട് ചെയ്യുക. പർച്ചേസ് ചെയ്യണേക്ക് മുന്നേ കുറച്ച് ഡെമോ വീഡിയോസ് അവർ പ്രൊവൈഡ് ചെയ്യും. ആ ഡെമോ വീഡിയോസ് കണ്ടിട്ട് അവരുടെ ടീച്ചിങ് സ്റ്റൈലൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക. അതല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ കോഴ്സസ് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ യൂട്യൂബിൽ ഇപ്പോൾ ഫ്രീ ആയിട്ട് തന്നെ വേണമെന്നാണെങ്കിൽ ഫ്രീ കോഡ് ക്യാമ്പ് എന്ന് പറയുന്ന ചാനൽ ചെക്ക് ചെയ്യുക. അതിനകത്ത് IT-യിലുള്ള ഓൾമോസ്റ്റ് ഒരുവിധ എല്ലാ സാധനങ്ങളും അവർ ലോങ് ആയിട്ടുള്ള കോഴ്സ് അതേപോലെ ട്യൂട്ടോറിയൽസ് കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ഡംപ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യണ ചാനൽ എന്ന് പറഞ്ഞാൽ നെറ്റ് നിഞ്ച എന്ന് പറയുന്ന ചാനലാണ്. ഇവരെന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരൻ ഓൾമോസ്റ്റ് എല്ലാ ടെക്കും ഒരു ക്രാഷ് കോഴ്സ് പോലെ ഇറക്കും. അതായത് ഒരു 10-25 വീഡിയോസ് ഉള്ളൊരു പ്ലേലിസ്റ്റായിട്ട് ഇറക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ടെക്ക് പുതിയതായിട്ട് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഈ രണ്ടാമത്തെ ചാനൽ നെറ്റ് നിഞ്ച കണ്ടാൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ഫീൽഡാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത്. അത് കണ്ടുപിടിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ഫ്രീ കോഡ് ക്യാമ്പിൽ അതിൻ്റെ വലിയ കോഴ്സസും കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്യാം. അപ്പം അങ്ങനെ അതൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നുള്ളത് ട്രാവേഴ്സി മീഡിയ എന്ന് പറയുന്ന ചാനലാണ്. ഇത് വെബ് ഡെവലപ്മെൻറ്റിന് ഫോക്കസ് ചെയ്തിട്ടാണ് അവർ ആ ചാനൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വെബ് ഡെവലപ്മെൻ്റ് ആണ് താല്പര്യമെങ്കിൽ ട്രാവേഴ്സി മീഡിയയും കൂടെ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ BCA ഓണേഴ്സ് അല്ലെങ്കിൽ MCAയുടെ വീഡിയോ ചെയ്യുമോ എന്നാണ്.
അതും എനിക്ക് യാതൊരു ഉറപ്പുമില്ല. ഒന്നാമത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ MCAക്ക് പോണ പിള്ളേരുടെ കൗണ്ട് BCA വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നേരെ പകുതിയായിരിക്കും. അപ്പോൾ MCAക്കാർക്ക് അങ്ങനെ അധികം റിക്വയർമെൻറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അധികം ആരും എൻ്റെ അടുത്ത് അത് ചോദിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പോഴും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ MCA പലരും KTUവും ചെയ്യും MGUവും ചെയ്യും. അപ്പോൾ അതും ഒരു കോൺഫ്ലിക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. മെജോറിറ്റി ആൾക്കാരുടെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ MCA വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാം. BCA ഓണേഴ്സും അതേപോലെ സിലബസ് പുതിയത് വന്നേക്കാണ്. അതുകൊണ്ട് അതെനിക്ക് നോക്കാതെ ഒന്നും പറയാൻ പറ്റത്തില്ല. ചില സബ്ജക്ട്സ് വീഡിയോ ചെയ്യാൻ ടെംപ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 4th സെമ്മിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സബ്ജക്റ്റ് അത് അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റാണ്. ചെയ്യണം എന്നൊക്കെ ഉള്ളാലുണ്ട്, പക്ഷേ സമയം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ പഴയ BCAയുടെ സിലബസ് 6th സെമ്മിൻ്റെ തീർത്തിട്ടൊക്കെ BCA ഓണേഴ്സിൻ്റെ കാര്യം എനിക്ക് ആലോചിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അതേപോലെ ഞാൻ ഗെയിം ഡെവലപ്മെൻറ്റിൻ്റെ കോഴ്സ് ചെയ്യുന്നത് കൊണ്ട് സമയം കിട്ടുമെന്നും എനിക്കറിയത്തില്ല. എല്ലാം കൊണ്ട് സമയം ഒത്തു വരികയാണെങ്കിൽ BCA ഓണേഴ്സ് അല്ലെങ്കിൽ MCAയുടെ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കണം. എല്ലാം എക്സ്പെക്റ്റ് ചെയ്യരുത്, അതിപ്പോഴേ പറഞ്ഞേക്കാം ചെയ്യുകയാണെങ്കിൽ. അതായത് എല്ലാ കോഴ്സിൻ്റെയും വീഡിയോസ് എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എല്ലാ കോഴ്സും എനിക്ക് ഒറ്റയ്ക്ക് പഠിച്ച് വീഡിയോ പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ നിയർലി ഇമ്പോസിബിളാണ്. പഠിക്കണ കാലത്ത് പോലും ഞാൻ നേരെ ചൊവ്വേ അങ്ങനെ പഠിക്കാറൊന്നുമില്ല. എപ്പോഴും ഒരു ആവറേജ് മെയിൻറ്റെയിൻ ചെയ്യാനേ ഞാൻ നോക്കാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് ഒരു വീഡിയോയ്ക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചാൽ അത് അതിനേലും വലിയ ടാസ്ക്കാണ്. നല്ലപോലെ പ്രിപ്പയർ ചെയ്താലേ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാലും 1-2 സബ്ജക്റ്റൊക്കെ എന്തായാലും നമുക്ക് നോക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും വെച്ചിട്ട് ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. കാരണം ഇത് ചിലപ്പോൾ ഡ്യൂറേഷൻ ഭയങ്കരമായിട്ട് കൂടുകയാണെങ്കിൽ അതൊരു പ്രശ്നമാണ്. ഇപ്പം തന്നെ എന്തായാലും എനിക്ക് തോന്നുന്നത് 10-20 മിനിറ്റിന് മേളിലോട്ടേക്കൊക്കെ ആയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് കവർ ചെയ്യാത്ത എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ താഴെ ഞാനൊരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അതിനകത്ത് പോസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് ഒരു അത്യാവശ്യം നല്ല എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് കിട്ടുകയാണെങ്കിൽ ഇതിനൊരു ഫോളോ അപ്പ് വീഡിയോ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അതല്ല എങ്കിൽ ഈ വീഡിയോ കൊണ്ട് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസിൻ്റെ സെഷൻ നമുക്ക് ക്ലോസ് ചെയ്യാം. എങ്ങനെ വേണമെന്ന് വെച്ചാൽ ചെയ്യാം, വിഷയമില്ല. പിന്നെ അതേപോലെ വേറൊരു കാര്യം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ടാബ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ടാബിനകത്താണ് ഈ വീഡിയോ സെറ്റ് ചെയ്തെടുത്തത്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. ഞാൻ MCA കഴിഞ്ഞിട്ട് അങ്ങനെ പേന കൈകൊണ്ട് തൊട്ടിട്ടില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഇതൊക്കെ വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വായിക്കാൻ പറ്റുന്നുണ്ട്, വീഡിയോ നല്ലതായിട്ടൊക്കെയാണ് തോന്നണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇനി തിയറി ക്ലാസ്സും കാര്യങ്ങളൊക്കെ ടാബ് വഴി റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്, ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. അതാകുമ്പോൾ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പോയിൻ്റ് ചെയ്ത് കാണിക്കാനൊക്കെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പവർ പോയിൻറ്റിൻ്റെ അകത്ത് അത് ലിമിറ്റഡ് ആണ്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ സ്റ്റൈലസ് ഒക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് ഒന്ന് മാർക്ക് ചെയ്തൊക്കെ കാണിച്ച് തരണമെന്ന് വിചാരിച്ചാൽ അത് പോസിബിളാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ മോശമായിട്ട് തോന്നുകയാണെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പഴയതുപോലെ തന്നെ കമ്പ്യൂട്ടറിനകത്തുള്ള റെക്കോർഡിങ് ചെയ്യാം. അതല്ല എങ്കിൽ ടാബ് വഴിയുള്ള റെക്കോർഡിങ് നമുക്ക് ഇനി മുതൽ അങ്ങോട്ടേക്ക് സ്ഥിരമാക്കി ചെയ്യാം. അപ്പോൾ അതിൻ്റെയും ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക. താങ്ക് യു. അപ്പോൾ ഇവിടം വെച്ച് ഞാൻ വീഡിയോ നിർത്തുകയാണ്.